കൺകുളിർക്കെ കണ്ടോളൂ, ബോധത്തോടു കൂടി എൻ്റെ ലിയോ തിരിച്ചു വന്നിട്ടുണ്ട്. ലാവിക്ക് ഹീറ്റായ സമയത്ത് ലിയോൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ചെയ്തപ്പം ഭീകര റെസ്പോൺസ് ആയിരുന്നു കിട്ടിയത്. പലരും ചോദിച്ചു ലിയോനെ മാനേജ് ചെയ്യാനായിട്ട് എന്തൊക്കെ ടിപ്സാണ് നിങ്ങൾ ഫോളോ ചെയ്യാറുള്ളതെന്ന്. ബേസിക് ആയിട്ടുള്ള കാര്യം, ആ ഒരു സമയത്ത് ഫീമെയിൽ ഡോഗ്സിൻ്റെ യൂറിനിൽ ഒരു പ്രത്യേക സ്മെല്ലായിരിക്കും. അത് മെയിൽ ഡോഗ്സിനെ അട്രാക്ട് ചെയ്യുന്ന സ്മെല്ലാണ്. മാക്സിമം അത്തരത്തിലുള്ള സ്മെല്ല് മെയിൽ ഡോഗ്സിന് കിട്ടാത്ത വിധത്തിൽ നമ്മൾ എൻവയോൺമെൻറ്റ് സെറ്റ് ചെയ്യണം. ഞാൻ കണ്ടുപിടിച്ച വഴികൾ, ഒന്ന് നല്ലപോലെ പെർഫ്യൂംസ് അടിച്ചു കൊടുക്കുക, ലോങ് ലാസ്റ്റ് ചെയ്യുന്ന ഷാംപൂസ് വെച്ചിട്ട് ഇവരെ കുളിപ്പിക്കുക, അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചന്ദനത്തിരി കത്തിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഒരു പരിധി വരെ ലിയോനെ കൺട്രോൾ ചെയ്യാനായിട്ട് എനിക്ക് പറ്റാറുണ്ട്. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്, ഇവർ ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യുന്ന ഇവരുടെ ഏരിയാസ് ഒരു പെറ്റ് ഫ്രണ്ട്ലി കെനൽ ഹൈജീൻ ലിക്വിഡ് വെച്ചിട്ട് വാഷ് ചെയ്യുക എന്നുള്ളതാണ്. അത് സ്മെല്ലിന് വേണ്ടി മാത്രമല്ല, ഈ ഒരു ടൈമിൽ ഹൈജീൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എസ്പെഷ്യലി ഫോർ ഫീമെയിൽ ഡോഗ്. നമ്മുടെ ഫ്ലോർ ക്ലീനിങ് സൊല്യൂഷൻ വെച്ചിട്ടാണ് ഇവരുടെ കൂട് കഴുകുന്നതെങ്കിൽ ലൈഫ് ലോങ് ഇവർക്ക് സ്കിൻ ഇൻഫെക്ഷൻ ഉണ്ടാവും, പൈസ പോകുന്ന വഴി അറിയില്ല. അതിനേക്കാളും ബെറ്റർ ആണ് ഒരു 2 മാസം കൂടുമ്പോൾ ഒരു 250 റുപ്പീസ് ചിലവാക്കുന്നത്. നമ്മുടെ കണ്ണിൽ പെടാത്ത ഒരുപാട് ബാക്ടീരിയാസ് ഇവരുടെ ടോയ്സിലും പാത്രത്തിലും കൂട്ടിലും എല്ലാം ഉണ്ട്. അത് പൂർണ്ണമായിട്ട് നശിച്ചു പോകണമെങ്കിൽ ഇത്തരത്തിലുള്ള ലിക്വിഡുകൾ നമ്മൾ ഉപയോഗിക്കണം. എൻ്റെ അടുത്ത് സജഷൻ ചോദിക്കുകയാണെങ്കിൽ ഞാൻ യൂസ് ചെയ്യുന്ന എക്കോ ക്ലെൻസർ മാത്രമേ എനിക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ആർക്കെങ്കിലും പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആമസോണിൽ പ്രൊഡക്റ്റ് അവൈലബിൾ ആണ്. അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ബോധം വന്നു എന്ന് പറഞ്ഞിട്ട് പോയാ വീണ്ടും എന്നെ കൊണ്ട് വയ്യാട്ടോ. കൂട് കഴുകാനുള്ള സമയമായി.